സുധീഷിന് മറുപടി വേണം. ചക്കക്കൊമ്പൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇതിന് പ്രതികരിച്ചേനെ. ആ ചക്ക ഫാക്ടറി ബൂട്ടി എന്നാ പറയുന്നത്. അല്ല, ഇതില് നമ്മുടെ ബി.ജെ.പി. പ്രതിനിധി തങ്കം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒരു ഹാലിളക്കമാണ്. കാരണം തങ്കം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ചെമ്പ് പൂശിയ കിരീടം നമ്മുടെ തൃശ്ശൂരിൽ ലൂർദ് പള്ളിയിൽ കിരീടമായിട്ട് വെച്ചത്. തങ്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബി.ജെ.പിയുടെ പ്രതിനിധിക്കും അതുപോലെ തന്നെ ബി.ജെ.പിക്കാർക്കും ഹാലളകും. സുരേഷ് ഗോപി ഒരിടത്തും CPI നേതാക്കളെയോ കോൺഗ്രസ് നേതാക്കളെയോ മാധ്യമ പ്രവർത്തകരെ വിളിച്ചോണ്ട് പോയിട്ട് ഞാൻ സ്വർണം കൊടുക്കാൻ പോകുന്നു പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം സ്വർണം പൂശിയ ഒരു കിരീടം കൊണ്ട് കൊടുത്തു. അത് അദ്ദേഹത്തിന്റെ ത്രാണിക്കനുസരിച്ച് കൊടുത്തു, അത്രേ ഉള്ളൂ. ആ ത്രാണിക്കനുസരിച്ച് കൊടുത്തതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് ദുഷ്ടബുദ്ധി രാഷ്ട്രീയവൽക്കരിച്ചു. ഞങ്ങളാരും രാഷ്ട്രീയവൽക്കരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് ചില പ്രത്യേക ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം ഈ കിരീടം കൊടുത്തതെന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. എന്താ അദ്ദേഹത്തിന്റെ നാട്ടിൽ, അദ്ദേഹത്തിന്റെ കൊല്ലത്ത് നിരവധി മറ്റേ പള്ളികളുണ്ടല്ലോ, അവിടെ ഒന്നും ഇതുവരെ കൊടുക്കുവാനായിട്ട് അദ്ദേഹം തയ്യാറായിട്ടില്ലോ. എന്തിനാണ് തൃശ്ശൂരിൽ വന്ന് ഇവിടെ ഈ മണിപ്പൂരിന്റെ പശ്ചാത്തലത്തിൽ ഇവിടത്തെ ഒരു പ്രത്യേക ജനവിഭാഗത്തെ കുപ്പിയിലിറക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ കിരീടം കൊടുക്കുന്ന നടത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറായിട്ടുള്ളത്. അതായത് ഈ കൊല്ലത്തൊക്കെ ഒരുപാട് ലൂർദ് മാതാ പള്ളി ഉണ്ടായിട്ട് കൊല്ലത്തെ ലൂർദ് മാതാ പള്ളി സുരേഷ് ഗോപിയുടെ കണ്ണി പിടിച്ചില്ലേ? ഒറ്റ കാര്യം, ഈ ചെമ്പെന്ന് കേട്ടാ കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ്. കാരണം ക്ലിഫ് ഹൗസിലേക്ക് സ്വർണം കടത്തിയത് ചെമ്പിലാണല്ലോ. ഇവരുടെ മുഖ്യമന്ത്രി പോലെ ആ ചെമ്പ് ഈ ചെമ്പല്ല കേട്ടോ, അല്ല അത് വേറെ ചെമ്പെന്ന് കേട്ടാ കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രത്യേക ഒരു ഇഷ്ട. എന്ത് കണ്ടാലും അവർക്ക് ചെമ്പായിട്ട് തോന്നും. എന്തിനാ അപ്പ വിജയന്റെ പോലെ സ്വർണം കടത്താന്ന് അവരുടെ ചിന്ത. ആ ചെമ്പല്ല ചേട്ടാ ഈ ചെമ്പ്. അനിലക്കര പറയുന്ന ചെമ്പ് വേറെ ചെമ്പ്. ഭാഷയ്ക്ക് പറഞ്ഞാണെങ്കിലും ആ ചെമ്പും സ്വപ്ന സുരേഷ് ഒന്നും കാണുന്നില്ലല്ലോ. കാണും. പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലായിരുന്നു. മുഖ്യമന്ത്രിയുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത് അമിത്ഷായുടെ നരേന്ദ്രമോദിയുടെ സർക്കാരാണെന്ന് ആരും പള്ളി ലൂർദ് മാതാ. എനിക്ക് എവിടെ വഴിപാട് ഇടണം എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കുന്നത്. അമ്പലമില്ല, ക്രിസ്തുവില്ല, മാതാവില്ല, പള്ളിയില്ല എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതിൽ എന്ത് കാര്യം? ഇവര് കൈയിട്ട് വാരാൻ മാത്രം വന്നാ പോലെ. അല്ല ഹരി, പ്രശ്നം കൊല്ലം കടന്ന് തിരുവനന്തപുരം കടന്ന് എറണാകുളം കടന്ന് ഇങ്ങ് തൃശ്ശൂർ വന്ന് ലൂർദ് മാതാ പള്ളി കൊടുക്കുമ്പോഴാണ് സംശയം. അതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിലെ പ്രശ്നം എന്താന്ന് വെച്ചാൽ സാർ കേക്കു സാർ, അതിലെ പ്രശ്നം ഈ കൊല്ലം കടന്ന് പിന്നെ എറണാകുളം കടന്ന് തൃശ്ശൂർ എത്തിയത് അത് ഇന്നെത്തിയതല്ല. ലൂർദ് മാതാവിന് കിരീടം നൽകാൻ വേണ്ടി സുരേഷ് ഗോപി വണ്ടി പിടിച്ചു വന്നതല്ല. അതിനു മുൻപ് ഇവിടെ കരുവന്നൂരിൽ ഇവരാൽ പറ്റിക്കപ്പെട്ട പാവങ്ങൾക്കിടയിൽ കരുവന്നൂരിൽ 5 കൊല്ലമായി സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. ഇവിടുത്തെ പാവപ്പെട്ടവന് ജീവിക്കാൻ ഗതിയില്ലാതെ, മരുന്ന് വാങ്ങിക്കാൻ കാശില്ലാതെ ആത്മഹത്യ ചെയ്യാൻ മുമ്പിൽ നിന്നവരുടെ സഖാക്കളായിട്ടുള്ള ആളുകളുടെ അല്ലല്ല ഞാൻ പറയുന്നത് തൃശ്ശൂരിന്റെ ഓരോ വിഷയങ്ങളിലും അദ്ദേഹം ഉണ്ടായിരുന്നു.